സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റാതെ ആരുടെയും അധികാര പരിധിയിൽ മാത്രം ജോലി ചെയ്യാൻ പറ്റുന്ന മനുഷ്യർ, അതിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ICC എന്ന് പറയുന്നത് വളരെ ഞങ്ങൾക്കിത് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്നത് ഒന്നായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഫങ്ഷൻ ചെയ്തു പോകുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം കുറേയെങ്കിലും മനുഷ്യർ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനി സീരിയസ് ആയിട്ട് കണ്ടില്ലെങ്കിൽ പണിയാവും, പ്രശ്നമാവും എന്ന് വിചാരിക്കുന്ന, അതിനെ സീരിയസ് ആയിട്ട് കാണേണ്ട അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരുടെയും മനം മാറ്റമോ നമുക്കൊന്ന് നന്നായേക്കാമെന്ന് വിചാരിച്ചിട്ടല്ല, ഇവിടുത്തെ പെണ്ണുങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മാറ്റമായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. അതിന് വലിയ ഫൈറ്റ് ചെയ്ത് അവരുണ്ടാക്കിയേക്കുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റം സംഭവിച്ചാൽ അത് ഇപ്പോഴും ആ ലേസിനെസ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു കുറച്ച് മുന്നേ ഇപ്പോൾ ഈ സിനിമാ സംഘടനകളുടെ തലപ്പത്തിരുന്ന ഒരാൾ പറഞ്ഞു, ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിക്കും, ഇതെല്ലാം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലേ? ഒരു തരത്തിൽ നോക്കിയാൽ നിസ്സാരവുമാണ്. എന്നാൽ ഈ നിസ്സാരം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സംഘടനയിലെ നേതൃത്വത്തിൽ നിന്ന് പലപ്പോഴും പറയുന്നുണ്ട്, ഫുഡിൻ്റെ പ്രശ്നത്തിലുള്ള കംപ്ലൈൻറ്റ് ഞങ്ങൾ അറിഞ്ഞു, അത് ശരിയാണ്, ഞങ്ങളിതാ പരിഹരിക്കാൻ പോവാം, അല്ലേ? ഇപ്പോൾ അത് പരിഹരിക്കാൻ നിസ്സാരം ഒരു ഫോൺ കോൾ മാത്രം മതി. പക്ഷെ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇന്ന് വരെ. ഇന്ന് ഉച്ചയ്ക്ക് ഏതെങ്കിലും സെറ്റിൽ, കൊമേഴ്ഷ്യൽ സിനിമയുടെ സെറ്റിൽ ഫുഡ് വിളമ്പിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ടില്ല എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് പരിഹരിക്കാത്തത് എന്താണെന്നുള്ളതാണ് ഞാനും ഇരുന്ന് ആലോചിക്കുന്നത്. കാരണം ആ ഒരു വേർതിരിവ് പോലും, അതിൽ ജെൻഡറൊന്നുമില്ല, പോലും പരിഹരിക്കാൻ പറ്റാതെ ഇവരിനി മറ്റേത് എപ്പോൾ പരിഹരിക്കാനാണെന്നുള്ള ആശങ്കയാണ് എനിക്ക് കൂടുതലും ഉള്ളത്. പക്ഷേ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു തരം ടെൻഡൻസി നമുക്കുണ്ടാവുകയും നമ്മുടെ ഒരു തരം അലസ മനോഭാവം കൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ള തരത്തിൽ വീണ്ടും ഇതൊരു പാട്രിയാർക്കിയൽ പരിപാടിയിലേക്ക്, അല്ലെങ്കിൽ അധികാരമുള്ള ഒരു കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് പോകുമെന്നുള്ള പേടിയും ഉണ്ട്.